ഇവിടെ ഏറ്റവും അധികം കാണുന്നതാണ് ഷീപ്പ്, ചെമ്മരിയാട്. കമ്പിളിക്ക് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, മീറ്റിന് വേണ്ടിയിട്ടും പാലിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേക തരത്തിലുള്ള രോമങ്ങളാണ് ഇവിടെ ഇതിനുണ്ടാവുന്നത്. ഈ മണ്ണ് ഈ വേത്തനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ തന്നെ അതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ പല പശുക്കൾക്കും പല പട്ടികൾക്കും ഒക്കെ ഇതേപോലത്തെ രോമം തന്നെയാണ്. പ്രധാന വരുമാന മാർഗമാണ്. കാണാൻ നല്ല രസം, എപ്പോഴും കാണാൻ പറ്റും ഇതിന്. ചെമ്മരിയാട്. आपका नाम क्या है? सलीम खान। आपका ही है क्या ये? हाँ। कितना शीप है आपको? 100 ही है। ओ 6 महीने इधर बर्फ होगा ना, तब आप क्या करेगा? घास डालते नहीं इसको खाने के लिए। हाँ। वो इधर ही, उधर कहीं पे लेके नहीं जाता? जाते लोग जाएगी, डोक में जाएगी। वो उधर जाएगा, पहाड़ पे, दूर पहाड़ पे जाएगा, और 6 महीने के बाद इधर लेके जाएगा। 100 ആടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മഞ്ഞ് കൂടുന്ന സമയമാകുമ്പോൾ ഉണക്കപ്പുല്ലൊക്കെ കൊടുക്കും. പിന്നെ മാത്രമല്ല, ഇവർ അതിന് മുന്നേ തന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി അതിന് അവിടെ സംരക്ഷിച്ച് വീണ്ടും ഇവിടെ മഞ്ഞ് മാറുന്ന സമയത്ത് തിരിച്ചു കൊടുക്കും. ഇത് എന്ത് ചെടിയെന്നറിയാവോ? ഗാഞ്ച ഇസ് ദി മെഡിറ്റേഷൻ, ഗാഞ്ച ഇസ് ദി പവർ അല്ലേ? ഗാഞ്ചയാണിത്. ഇവിടെ ആട്ടിൻകുട്ടികൾ തിന്നുന്നത് ഇതാണ്. അപ്പോ എനിക്കറിയില്ല, അതിനൊരു മണമുണ്ട്. മണത്ത് നോക്കൂന്ന് പറയും നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആള് പറഞ്ഞേ, മണത്ത് നോക്കൂന്ന്. അപ്പൊ അതാണ്, ഒരു മണമുണ്ട്. എന്ത് മണമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് ഗാഞ്ച, ഇതാണ് ഈ ആട് കഴിക്കുന്നത്. നമ്മുടെ നാട്ടില് നിരോധിതമാണ്, പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ഇത് മെഡിസിൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇതുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് ഗാഞ്ചായാണെന്ന് പറഞ്ഞതുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാനൊരു ആകട്ടിൻകുട്ടിക്കൊന്ന് കൊടുത്തു നോക്കട്ടെ, അത് കഴിക്കുമെന്നോ. വേടാ ചക്കരെ ബാ. വരുന്നില്ല, നോ ചക്കർ അറ്റോൾ വരുന്നില്ല. എനിവേ എന്തായാലും കൊള്ളാം.